ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്യൂട്ട് ലിറ്റിൽ മിക്കി മൗസിനെ ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂടി ഉണ്ട് കേട്ടോ. പേനയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പിങ്ക് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതനുസരിച്ച് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ നല്ല നീറ്റായിട്ട് മടക്കിയെടുക്കുക. വളഞ്ഞു പുളഞ്ഞു പോയാലും നമ്മളുടെ അളവൊക്കെ തെറ്റിപ്പോവും. സ്ക്വയർ കറക്റ്റ് ആവില്ല കേട്ടോ. നമ്മൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് മടക്കിയെടുക്കണം. അതിനുശേഷം നമ്മളുടെ ഈ രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ആ സൈഡ്സ് ഒരു വശം മാത്രമാണ് നമുക്ക് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ നല്ലൊരു പശ വെച്ചിട്ട് ഒട്ടിച്ച് സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മടക്കൊന്ന് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇനി നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് പശ തേച്ച് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പശ തേക്കുവാണേ. പശയൊക്കെ വാരിക്കോരി തേച്ച് കയ്യിലും മേത്തൊക്കെ ആക്കരുത് കേട്ടോ. സൂക്ഷിച്ച് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ പശയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു ഹാഫ് പോർഷൻ പണി കഴിഞ്ഞിട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 1.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ അളവ് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിത് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് കൈയൊന്നും മുറിക്കാതെ എല്ലാവരും ഇതിൻ്റെ എല്ലാ സൈഡ്സും ഇതുപോലെ മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡ്സും മുറിക്കുവാണേ. സൂക്ഷിച്ച് വേണം കേട്ടോ മുറിക്കാൻ. ആരും കൈയൊന്നും മുറിക്കരുത്. ഒറ്റയ്ക്ക് മുറിക്കാൻ മടിയുള്ളവരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുറിക്കാൻ പേടിയുള്ളവരും ഒറ്റയ്ക്ക് മുറിക്കാൻ അത്ര കോൺഫിഡൻസ് അല്ലാത്തവരും ഒക്കെ അമ്മയുടെയോ മുതിർന്ന ആളുകളുടെയോ ഒക്കെ ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡ്സും മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ ഈ രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ചെറിയ സൈഡ്സ്, അത് നമ്മൾ അകത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ വലിയൊരു ഭാഗം ഉണ്ടല്ലോ, അതുകൂടി ഇതുപോലെ മടക്കി ആ ഒരു മാർക്കിംഗ് അവിടെ വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ബോക്സ് കിട്ടുള്ളേ. അല്ലെങ്കിൽ വളഞ്ഞു പുളഞ്ഞു. ഇനി നമുക്കവിടെ പശ വെച്ച് തേച്ച് നന്നായിട്ട് അതിനെ ഒട്ടിച്ച് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഏകദേശം ഈ ബോക്സിൻ്റെ പണി തീർന്നു എന്ന് തന്നെ പറയാം. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം. പക്ഷേ ഇപ്പുറത്തെ സൈഡ് നമ്മൾ അടച്ച് ഒട്ടിച്ച് ക്ലോസ് ചെയ്ത് കളയരുതട്ടോ. ഇത് നമ്മൾ അകത്തേക്കാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് പശ ഇതുപോലെ തേച്ചതിന് ശേഷം ഇത് നമ്മൾ അകത്തേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലോസ് ചെയ്ത് അടച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോക്സിനുള്ളിലേക്ക് ഒന്നും ഇടാൻ പറ്റില്ല. അതുപോലെ നമ്മളുടെ രണ്ട് സൈഡ്സും ഇതുപോലെ ഒട്ടിച്ച് അകത്തേക്ക് നന്നായിട്ട് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബ്ലാക്ക് പേപ്പറാണ്. അതും നമ്മൾ ഇതുപോലെ തന്നെ മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് പോലെ നിങ്ങൾ ചെയ്യുക. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നല്ല സൂക്ഷിച്ച് വൃത്തിയായിട്ട് ഈ മടക്കുകളൊക്കെ അങ്ങ് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക. നമ്മൾ ഈ അളവനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അതെല്ലാം നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ, അത് നമ്മൾ നല്ലൊരു പശ വെച്ചിട്ട് ഒട്ടിക്കുക. ചേച്ചി ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫെവിക്കോളിൻ്റെ പശയാണ് കേട്ടോ. നിങ്ങൾക്കിഷ്ടമുള്ള ഫെവി സ്റ്റിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ചേച്ചി ഇതിൻ്റെ 4 സൈഡ്സ് കൂടി കട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, മറ്റേ സൈഡ് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ വയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പശ വെച്ചത് അതിനെ അവിടെ സെക്യൂർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മളിതാ അകത്തേക്ക് കയറ്റി വെച്ച് അതവിടെ നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ലിഡ്. ഇതിനെ ഇതുപോലെ നമ്മൾക്ക് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് നമ്മളുടെ പെൻസോ റേസറോ എന്തൊക്കെ വേണമെങ്കിലും ഇട്ട് വെക്കാം. ചേച്ചി ഇവിടെ ഒരു മിക്കിയുടെ ഫേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ചെവിയും അതിന് വേണ്ട കുറച്ച് വൈറ്റ് ഡോട്ട്സ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചേച്ചി ഇതിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതും ഫെവിക്കോൾ വെച്ച് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചേ. ചേച്ചി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കളർ പെൻസിൽസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു മിക്കി ബോക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഇനി എന്ത് തരം വീഡിയോസാണ് വേണ്ടതെന്നും പറയാൻ മറക്കരുത്. ബൈ.